സ്വർണത്തിന്റെ വില കൂടുന്നതൊന്നും തമിഴ്നാട്ടുകാർക്ക് പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ധനുഷ്കോടി രാമേശ്വരം യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു. രാവിലെ തന്നെ വീട്ടിൽ നിന്നും പെട്ടിയെല്ലാം പാക്ക് ചെയ്തിറങ്ങി ഉച്ചയോടുകൂടി തന്നെ തമിഴ്നാട് കയറി. തമിഴ്നാട്ടിലെ മനോഹരമായ ഹൈവേയിലൂടെ യാത്ര ചെയ്തു വരുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. തലയിൽ കുടങ്ങളും വെച്ച് കൊട്ടും മേളവുമൊക്കെയായി ഒരു സംഘം നടന്നു നീങ്ങുന്നു. ഏതോ ക്ഷേത്രത്തിലേക്കാണെന്ന് കരുതി വണ്ടി സ്ലോയാക്കി പുറകെ കൂടി. അല്പം കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. മരണാനന്തര ചടങ്ങുകളുടെ ഘോഷയാത്രയുടെ പുറകെയാണ് ഇത്രയും നേരം ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അതും വീഡിയോയും എടുത്തുകൊണ്ട്. പിന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല. നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അടി പൊട്ടിയേനെ. തമിഴ്നാട്ടിൽ ഇപ്പൊ കല്യാണ സീസൺ ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ആശംസകളുടെ ഫ്ലെക്സ് ഉണ്ട്. എന്നാൽ നീതു കാര്യമായിട്ട് ഫ്ലെക്സുകളിലേക്ക് നോക്കുന്നത് കണ്ടുകൊണ്ടാണ് കാര്യം എന്താണെന്ന് തിരക്കിയത്. ഫ്ലെക്സിലുള്ള കല്യാണ പെണ്ണിന്റെ ആഭരണമാണ് നീതു നോക്കുന്നത്. പറഞ്ഞപ്പോ ശരിയാണല്ലോ എന്ന് തോന്നി. കുറച്ചൊന്നും ആഭരണങ്ങളല്ല ധരിച്ചിരിക്കുന്നത്. ഈ സ്വർണത്തിന്റെ വിലയിലും ഇത്രയും ആഭരണങ്ങൾ ധരിച്ച് കല്യാണം വെക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. വഴിയരികിൽ കണ്ടതാണ്. എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഇട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. സത്യത്തിൽ വിശന്നിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. സമയം 2:45 കഴിഞ്ഞിരിക്കുന്നു. ഫുഡ് കഴിക്കാനായി നല്ല ഹോട്ടലുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് ജാമ്പയ്ക്ക വാങ്ങി. 1/2 കിലോയ്ക്ക് 100 രൂപയായിരുന്നു വില. കൂട്ടത്തിൽ പുളി പോലെ കിടക്കുന്ന എന്തോ സാധനം കൂടി ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് കഴിക്കുന്ന ഐറ്റം തന്നെയാണ്. കിലോയ്ക്ക് 400 രൂപയാണ് വില. ഷുഗറിന് നല്ലതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ നീ ഉറപ്പായിട്ടും വാങ്ങണമെന്നായിരുന്നു നീതുവിന്റെ ഡയലോഗ്. നീതു ഉദ്ദേശിച്ച ഷുഗർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്കിട്ട് താങ്ങാൻ കിട്ടുന്ന ഒരു അവസരവും കക്ഷി പാഴാക്കാറില്ല. ഏതായാലും ടേസ്റ്റ് അറിയാനായി കാക്കിലോ വാങ്ങി യാത്ര തുടർന്നു. 3 മണിയോടെ ഒരു റെസ്റ്റോറന്റ് കിട്ടി. നീതു ഒരു തമിഴ്നാടൻ ഊണും ഞാനൊരു ഫ്രൈഡ് റൈസുമാണ് പറഞ്ഞത്. കൂട്ടത്തിൽ മഷ്റൂം 65ഉം. മഷ്റൂം 65 ഒഴിച്ച് ബാക്കി എല്ലാം നല്ല അസല് ഫ്ലോപ്പായിരുന്നു. എല്ലാത്തിനും കൂടി 405 രൂപയാണ് ചെലവായത്. ചാമ്പങ്ങ വില കൊടുത്ത് വാങ്ങിയപ്പോൾ എന്നെ പുച്ഛിച്ച ആളാണ് ഇപ്പോൾ ഉപ്പും കൂട്ടി തട്ടുന്നത്. ഉച്ചഭക്ഷണം ഫ്ലോപ്പ് ആയതിന്റെ ക്ഷീണം തീർക്കുന്നതാണ് കക്ഷി. നീതുവും എങ്ങോട്ടും പുറകെ കിടന്ന് നല്ല ഉറക്കമാണ്. സമയം 4:30 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ 242 പരം കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 160ഓളം കിലോമീറ്റർ യാത്ര ചെയ്യാൻ കിടക്കുന്നു. ടോൾ പ്ലാസുകൾ പലതും മാറി വന്നു. 3000 രൂപയുടെ ആനുവൽ പാസ് എടുത്തതുകൊണ്ട് തന്നെ ടോളെല്ലാം ഇപ്പോൾ ഫ്രീ ആണ്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ടാണ് യാത്ര. 5 മണി കഴിഞ്ഞതോടെ ഉറക്കം കഴിഞ്ഞ് നീതു പതിയെ പൊങ്ങി വന്നിട്ടുണ്ട്. 6:15 ചായ കുടിക്കാനായി ചെറിയൊരു ബ്രേക്ക് എടുത്തു. ചായയും ഉഴുന്നുവടയുമാണ് വാങ്ങിയത്. ഇന്ന് ആരെയാണോ കണി കണ്ടത്. കിട്ടുന്ന ഫുഡെല്ലാം ഇന്ന് അസല് ഫ്ലോപ്പാണ്. ചായ കുടിയും കഴിഞ്ഞ് യാത്ര തുടങ്ങിയപ്പോഴേക്കും ഇരുട്ട് പരന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി രാമേശ്വരത്തേക്ക് അധികം ദൂരമില്ല. പാമ്പൻ പാലത്തെ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇറങ്ങുന്നില്ലെന്ന് വെച്ചു. പകല് കാണുന്നതാണ് അതിന്റെ ഒരു ഭംഗി. പാലം കയറി ഇറങ്ങിയത് രാമേശ്വരം ദ്വീപിലേക്കാണ്. 7:45 തമിഴ്നാട് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആയ ആലയത്തെത്തി. ഇവിടെ ആർക്ക് വേണമെങ്കിലും റൂം എടുക്കാൻ സാധിക്കും. റൂമെല്ലാം ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി നേരെ റൂമിലേക്ക്. ഇത് സ്യൂട്ട് റൂമാണ്. 2200 രൂപയാണ് ഒരു ദിവസത്തെ വാടകയായി പറഞ്ഞത്. ഇടദിവസങ്ങളാണെങ്കിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ TTDC സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഓൾറെഡി വേറെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആലയത്തിൽ സത്യത്തിൽ ഫുഡ് കഴിക്കാനായിട്ടാണ് കയറിയത്. ചപ്പാത്തിയും ദാൽക്കറിയുമാണ് കഴിച്ചത്. 3 പേരുടെ ഫുഡിന് 280 രൂപ മാത്രമാണ് ചെലവായത്. ഫുഡും കഴിച്ച് നേരെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക്. രാമേശ്വരത്ത് പല ബഡ്ജറ്റിലുള്ള ധാരാളം ഹോട്ടലുകളുണ്ട്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. പെട്ടെന്ന് തന്നെ ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക്. 4 പേർക്കുള്ള റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 2669 രൂപയാണ് ഒരു ദിവസത്തെ റെന്റായി വന്നിട്ടുള്ളത്. അതും ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ. മേക്ക് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് ധനുഷ്കോടി കറങ്ങാനേ ഇറങ്ങണം. യാത്രകൾ തുടരുകയാണ്.